കൊല്ലം കണ്ടവർ ഇല്ലം കാണേണ്ടെന്ന് പറഞ്ഞ പോലെയാണ് ടൈം സ്ക്വയർ കാണാണ്ട് എന്ത് ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ടൈം സ്ക്വയർ എക്സ്പ്ലോർ ചെയ്യലാണ്, പ്രധാനമായിട്ട് നൈറ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിലെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രുക്ലിൻ പാലത്തിലൂടെയാണ്. ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലങ്ങളിൽ ഒന്നാണ് ബ്രുക്ലിൻ പാലം. ആദ്യം നമ്മൾ പോയത് വാൾ സ്ട്രീറ്റിലേക്കാണ്. വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ പറയാം. ന്യൂയോർക്കിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അവിടെയുള്ള ചാർജിംഗ് ബുൾ എന്ന് പറയുന്ന ഈ കാളക്കൂറ്റൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നത്. നമ്മളും അവിടെ പോയത് അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ. ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെടുന്ന സ്പോട്ടുകളിൽ ഒന്നാണ് ഈ ചാർജിംഗ് ബുള്ളിൻ്റെ പ്രതിമ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പണം നിക്ഷേപിക്കുന്നവർക്ക് ഒരു ഹോപ്പ് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് വൈബ് കൊടുക്കാനൊക്കെ ആയിട്ട് രൂപകൽപ്പന ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പ്രതിമയാണ് ഈ ചാർജിംഗ് ബുൾ എന്ന് പറയുന്ന കാളക്കൂറ്റൻ്റെ പ്രതിമ. എന്തായാലും വലിയ ക്യൂ ആണ്. ഞങ്ങളും കുറച്ച് നേരം ക്യൂ നിന്ന് ഇത് കണ്ടില്ലേ, നമ്മളവിടെ ചെല്ലുമ്പോൾ കാളക്കൂറ്റൻ്റെ ചെവിയിലും ഇവൺ കൊമ്പിൽ വരെ തൂങ്ങിയിട്ടാണ് ആളുകൾ ഫോട്ടോ എടുക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും പാപ്പുക്കുട്ടിക്കും എന്തായാലും ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഒപ്പിക്കാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തന്നെ ടൈം സ്ക്വയറിലേക്ക് വെച്ചുപിടിച്ചു. ഇത് ടൈം സ്ക്വയറിലേക്കുള്ള ആ ഒരു റോഡ് മാർഗ്ഗമാണ്. അവിടെയുള്ള സൈഡിലെ വ്യൂ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ടൈം സ്ക്വയർ ആക്ച്വലി നമ്മൾ കാണാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം ഒരു 9 മണിയെങ്കിലും ആവും. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയാണ് സമയം. നല്ല നട്ടുച്ച പോലെ വെയിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾക്ക് ഒരു ചെറിയ പരിപാടി കൂടിയുണ്ട്. അവിടെ ഞങ്ങൾ ഈ ടോപ്പ് ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഒബ്സർവേഷൻ ഡെക്കാണ്. അതായത് ഒരു റോക്കഫെല്ലർ എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡിംഗ്, റോക്കഫെല്ലർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു 360 ഡിഗ്രി, നമുക്ക് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഡെക്കാണ് ഈ പരിപാടി. അപ്പോൾ നമ്മൾ അതിനൊരു 7:30 മണിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസെറ്റ് തുടങ്ങും. അപ്പോൾ സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ കൂടെ തന്നെ പ്രകാശമൊക്കെ അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയുടെ ഭംഗിയും കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 7:30 ശേഷമുള്ള ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് റോക്കഫെല്ലർ സെൻറ്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു നിറച്ച് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ നിറച്ച ആളുകളും, വഴി നിറച്ച് ആളുകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആ ടൈം സ്ക്വയറിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 7:20 കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഈ ടോപ്പ് ഓഫ് ദ റോക്കിലേക്ക് എൻട്രി സമ്മതിച്ചു. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത്, ഭയങ്കര ക്യൂ ആണ്, വളരെയധികം ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു 1-2 നില നടന്ന് കയറി പോകണം. അതിനുശേഷം എലിവേറ്ററിലാണ് അവർ കൊണ്ടുപോകുന്നത്. നമ്മുടെ ദുബായിലൊക്കെ ഇപ്പോൾ ഈ ബുർജ് ഖലീഫയുടെയൊക്കെ 160ാമത്തെ ഒരു നിലയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ദുബായിയുടെ ഫുൾ 360 ഡിഗ്രി കാണുന്ന ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ പല മെയിൻ സിറ്റികളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വീഡിയോ. അവരതിൻ്റെ ഒരു വീഡിയോ പുറത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ കാണാം. ഒന്നുകിൽ ഇനി ഇരുന്നിട്ട്, പക്ഷേ ഇപ്പോൾ ഈ ഇരുന്നിട്ടുള്ള സംഭവം ഇപ്പം ഞാൻ അവിടെ കണ്ടില്ല. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു സംഭവം നമ്മളിങ്ങനെ മുകളിലേക്ക്, നമ്മൾ ഓൾറെഡി കുറേ മുകളിലേക്ക് പോവും. അതിൻ്റെ അവിടുന്ന് തന്നെ പിന്നെയും നമ്മളൊന്ന് എലിവേറ്റ് ചെയ്തിട്ട് ഒരു 360 ഡിഗ്രിയിൽ കറക്കുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഏകദേശം ഒരു 7-7:30 മണി സമയമായിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുകയാണ്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ടോപ്പ് ഓഫ് ദി റോക്കിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒരു ഡെക്ക്. അതായത് നമ്മളെ താഴെ നിൽക്കുന്ന, നമ്മൾ ഓൾറെഡി തന്നെ ഒരു കുറച്ച് ഉയരത്തിലാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മളെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോകും. അങ്ങനെ മുകളിലെത്തുമ്പോൾ നമ്മളൊരു 360 ഡിഗ്രിയിൽ അവരിങ്ങനെ കറക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ ആ ഭംഗി കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളും 7:30 മണിക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 8:30-9 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ. നമുക്ക് അത്രയും വലിയ ക്യൂ ആയിരുന്നു. പക്ഷേ അത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെയായി. കാരണം 8:30 മണി കഴിഞ്ഞപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ആ സൂര്യനാസ്തമയത്തിൻ്റെ ഭംഗിയും പ്ലസ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള പ്രകാശപൂരിതമായിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയുടെ ഭംഗിയും കൂടി നമുക്കൊരു പെർഫെക്റ്റ് കോംബോ ആയിട്ട് കാണാൻ പറ്റി. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ 360 ഡിഗ്രി ഇങ്ങനെ ചുറ്റുകയാണ്. അതിൻ്റേതായിട്ടുള്ള ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്. സൂര്യൻ അസ്തമിച്ചതിൻ്റെ ഭംഗി ആ ആകാശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ന്യൂയോർക്ക് സിറ്റിയുടെ ആ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഭംഗി വേറെയും. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു 8:30-9 മണി സമയമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള. ഇപ്പോൾ ഇമ്പീരിയൽ സ്റ്റേറ്റ് ബിൽഡിങ്ങും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളും നിങ്ങൾക്ക് ആ മാൻഹാട്ടൻ സ്കൈലൈനിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ 360 ഡിഗ്രി ഒക്കെ കണ്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പതുക്കെ നമ്മളെ താഴേക്ക് ഇറക്കി കേട്ടോ. ഞങ്ങളങ്ങനെ റോക്കഫെല്ലർ സെൻറ്ററിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ ഇതേതാ കത്തീഡ്രലൊന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗി തോന്നി. ആ പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ നല്ല രസത്തിൽ ആ ഒരു പള്ളി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. നല്ല ഒരു കാഴ്ചയായിരുന്നു അത്.
ഇനി നമ്മുടെ ഉദ്ദേശം എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം, അതിനുശേഷം നേരെ ടൈം സ്ക്വയറിലേക്ക് വെച്ച് പിടിക്കണം. ഞങ്ങൾ അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ഭക്ഷണം ഡിന്നർ കഴിച്ചു. അതിനുശേഷം ഇപ്പോൾ നേരെ നടക്കുന്നത് ടൈം സ്ക്വയറിലേക്കാണ്. ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയം എന്നൊക്കെ തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ സന്ദർശിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലമാണ്. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്നൊരു വൈബ് എന്ന് പറയുന്നത് അത് ഒരു സ്പെഷ്യൽ വൈബ് തന്നെയാണ്. ശരിക്കും ക്രോസ് റോഡ് ഓഫ് ദ വേൾഡ് എന്നാണ് ടൈം സ്ക്വയർ അറിയപ്പെടുന്നത്. ഈ ടൈം സ്ക്വയറിൻ്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് അറിയോ? 1904 ന്യൂയോർക്ക് ടൈംസിൻ്റെ തലസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് ഈ പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അതിനുശേഷമാണ് ന്യൂയോർക്കിലെ ഈ സ്ഥലത്തിന് ടൈം സ്ക്വയർ എന്നുള്ള പേര് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ധാരാളം രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ, വിവിധ ഭാഷ, വിവിധ നിറങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ അങ്ങനെ പല 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 സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു സമന്വയം എന്ന് പറയാം അവിടെയുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പല ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അവിടെ ഒരേ മനസ്സോടുകൂടി എൻജോയ് ചെയ്യുന്നു. എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട്, കുറേ പേര് അവിടെ സ്ട്രീറ്റ് പെർഫോമേഴ്സിനെ കാണാൻ പറ്റും, കുറേ പേര് ഡാൻസ് കളിക്കുന്നു, കുറേ പേര് പാട്ട് പാടുന്നു, കുറേ പേര് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു എന്താ പറയുക, ഒരു കൂൾ വൈബാണ് നമുക്ക് ആ ടൈം സ്ക്വയറിൽ കിട്ടുക. ഞങ്ങളവിടെ കുറേ നേരം നടന്നു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പ്രത്യേക സ്പോട്ടിലൊക്കെ നിന്നിട്ട് അവർ നല്ല ഭംഗിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരും. അപ്പം ഞാനും പാപ്പക്കുട്ടിയും അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് റീലായിട്ട് അത് ഇടാം കേട്ടോ. അത് ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. അങ്ങനെ അവിടെ ധാരാളം ഹോർഡിങ്സുകളുണ്ട്, ഇതുപോലെയുള്ള കുറേ പോസ്റ്ററുകൾ, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള LED വാളുകൾ. അപ്പോൾ അതിൽ ധാരാളം ആഡുകൾ വരും. ഇപ്പോൾ കണ്ടോ, വെൽക്കം ടു ടൈം സ്ക്വയർ എന്ന് പറയുന്ന വലിയൊരു ഹോർഡിങ് അവിടെയുണ്ട്. അപ്പോൾ കുറേ കമ്പനികളുടെ ആഡുകളും കാര്യങ്ങളും, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ അമേരിക്കയുടെ 250ാമത്തെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികമാണ് ഈ വരുന്ന ജൂലൈ 4-ാം തീയതി. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ധാരാളം ഹോർഡിങ്ങുകൾ അവിടെ കാണാം. അപ്പോൾ ഞാൻ അവിടെ ആ ഹോർഡിങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കി വായ പൊളിച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ലോകത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെയുള്ള ടൈം സ്ക്വയർ കണ്ട് അന്നത്തെ ഞങ്ങളുടെ രാത്രി അവസാനിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു രാത്രി 1 മണിയായി തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ. പക്ഷേ മനസ്സ് നിറയെ ധാരാളം ഓർമ്മകളും ടൈം സ്ക്വയറും.